നിങ്ങൾ ഈ ഉണ്ടാക്കിയ ആവശ്യമില്ലാതെ എന്നെ ഇവിടെ വെച്ച് ഒരുമാതിരി കൊല്ലത്തുന്ന പണി എൻ്റെ അടുത്ത് എടുക്കരുത്. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനൊക്കെ ഇങ്ങോട്ട് പലതും പറയും. അവനെല്ലാം കൂടി എനിക്ക് എന്നെ ഒതുക്കാൻ നോക്കിയതാണ്. ഓക്കെ അച്ഛനെ, ഇവിടുത്തെ കേസ് കഴിഞ്ഞാലേ ഈ കട്ടപ്പനയിൽ സാബുവിൻ്റെ ഓണത്തിനുണ്ട് പൂട്ട് കച്ചവടം കൊണ്ട് അവിടെ ആശാന്റെ പ്രസംഗം, ഇവിടെ ആശാന്റെ പ്രസംഗം ഒരു ചെറിയ വിവാദമൊക്കെ ആയിട്ടുണ്ട്. എന്നാ പ്രശ്നം? ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. തെറ്റ് ആരെഴുതിയാലും നിങ്ങൾ ആണല്ലോ ആളുകൾ. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഒന്ന്, അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? അല്ല, അദ്ദേഹത്തിന്റെ മാനസികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കണം. അതൊക്കെ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? എന്താന്ന് തെറ്റ്? അയാൾ മരിച്ചതിൽ അതിയായ ഖേദവും ദുഃഖവും ഉണ്ട്. അത് ഞാൻ അവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അയാൾക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ, അഥവാ മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ളത് അടക്കം നോക്കേണ്ടതാണ് നിയമത്തിൻ്റെ മുമ്പിൽ. വേണ്ടേ? ഇപ്പോൾ ഓടി നടന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞാൻ നാളെ വിഷം കഴിച്ച് ചത്തുവെന്ന് പറഞ്ഞെന്നാ ആ പുള്ളിക്ക് എന്നാ പറ്റിയെന്ന് നോക്കണം. അത് അയാൾ അങ്ങനെ എന്തെല്ലാം പിടിത്തോ പറയും. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനൊക്കെ ഇങ്ങോട്ട് പലതും പറയും. അതൊന്നും എനിക്ക് ബാധകമൊന്നുമല്ല. അവനെല്ലാം കൂടി എനിക്ക് എന്നെ ഒതുക്കാൻ നോക്കിയതാണ്. പക്ഷെ ഞാൻ അന്നേരം ഒതുങ്ങിയില്ല. ഇപ്പം തടങ്ങിയ സംഗതി ഉണ്ടെന്ന് അതൊക്കെ ഞാൻ നേരിടുമ്പോൾ വേറെ പണിയൊന്നുമില്ല. ഏത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് വി.ആർ. സജി? അതൊക്കെ നോട്ടടി ഉണ്ടോ? ഇല്ലാന്ന് ഞാൻ നിങ്ങൾ ഈ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഇല്ലില്ല. ഫോൺ തന്നായതുകൊണ്ട് സ്വന്തം പിന്നെ പൈസ അടയ്ക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അതല്ല, പണി അറിയില്ലെങ്കിൽ പണി ഞങ്ങൾ പഠിപ്പിക്കാം, ഭീഷണിയൊന്നും വേണ്ട. എനിക്ക് എൻ്റെ ശ്രദ്ധയിലില്ല ഒന്നും. അതുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വി.ആർ. സജി അനുഭവിച്ചോളും പോകും. ഇല്ലില്ല, ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. പാർട്ടിയുടെ പരിഗണനയിലും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കണമല്ലോ. ബന്ധപ്പെട്ടവർക്ക് പരാതി ഉണ്ട്, പാർട്ടിക്ക് പരാതി കൊടുക്കേണ്ടവർ അവർക്കറിയാമല്ലോ, അറിയാവുന്നവർ. എനിക്കറിയില്ല. നിങ്ങൾ ഈ ഉണ്ടാക്കിയ ആവശ്യമില്ലാതെ എന്നെ ഇവിടെ വെച്ച് ഒരുമാതിരി കൊല്ലത്തുന്ന പണി എൻ്റെ അടുത്ത് എടുക്കരുത്. ഇവിടെ ആന കുത്തി മനുഷ്യൻ ചെത്ത് ഇരിക്കുന്നത് തോന്നിയും അതുണ്ടാക്കല ഇപ്പം.